ദൈവം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇടപ്പള്ളി സഭയിൽ, മുമ്പിലത്തെ ആഴ്ച എൻ്റെ മാതൃസഭയായ കളമശ്ശേരിയിലും കർത്താവിനെ ആരാധിച്ചു. വാക്യം വായിച്ച് വളരെ പെട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വ്യാസാരൻ ധ്യാന വാക്കുകളിലും അതുപോലെ സ്തോത്രം ചെയ്തപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. എങ്കിലും ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാപ്രവചനം 6-ാം 1 മുതൽ വാക്യങ്ങൾ അല്പം ദീർഘമുണ്ട്. 7 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. എല്ലാം പരിചയമുള്ളതാണെങ്കിലും ഞാൻ വായിക്കും. ഉസ്സീയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും ഭൂമിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാപ്പുകൾ അതിന് ചുറ്റും നിന്നു. ഓരോരുത്തിന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തിനോട് ഒരുത്തൻ സൈന്യങ്ങളിലെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ആ ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുകൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായ്ക്ക് തൊട്ടു. ഇത് നിന്റെ അതിരങ്ങളെ തൊട്ടാൽ നിന്റെ അകർത്തിൽ നീങ്ങിയും എന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വളരെ പരിചയമുള്ള വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 12-41 വാക്യം വായിക്കണ്ട. വ്യക്തമായിട്ട് നമുക്കറിയാതെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദർശനമാണ്. നമുക്ക് ആ വാക്കിനെ ഉപയോഗിക്കാറ് ദർശനം കാണുകയാണ്. ഈ ദർശനം നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ചില ദർശനം, ഉൾക്കാഴ്ച. കഴിഞ്ഞ ദിവസം ഞാനും പ്രിയ സഹോദരൻ തച്ചപ്പോൾ അതൊരു പദം ഗേസ് എന്ന പദം ഉപയോഗിക്കാം. വളരെ കോൺഷ്യസ് ആയിട്ട്, വളരെ ശ്രദ്ധയോടെ, മനഃപൂർവ്വമായി ഒരു വസ്തുത നമ്മൾ ഉറ്റുനോക്കുന്നതിനാണ് ഗേസ് എന്ന പദം ഉപയോഗിക്കുന്നത്. അതേ അർത്ഥ ആശയമാണ് മൂലപദത്തിൽ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഉറ്റുനോക്കണം, നമുക്ക് ദർശനം ഉണ്ടാകണം. ആ ദർശനം എന്താണെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒന്ന്, വി ഷുഡ് ഹാവ് ആൻ അപ്വേർഡ്, നമ്മുടെ സ്വർഗത്തിലേക്ക് നോക്കണം, ഉയരത്തിലേക്ക് നോക്കണം. ദെൻ വി ഷുഡ് ഹാവ് ആൻ ഇൻവേർഡ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. മൂന്നാമത്, വി ഷുഡ് ഹാവ് എ ലുക്ക് ടു ദി ആൾട്ടർ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഞാൻ തക്കത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, നമ്മുടെ ഉയരത്തിലേക്ക് നോക്കുക. ഉയരത്തിലേക്ക് നോക്കി ആരെ കാണേണ്ടത്? യേശു ക്രിസ്തുവിനെയാണ് കാണേണ്ടത്. നമ്മൾ എന്ത് കാണണം? യു ഹാവ് ടു സീ ഹിസ് ഹോളിനെസ്. സ്വയം പറഞ്ഞു കഴിഞ്ഞാണ് പറഞ്ഞ സമയത്ത് പറഞ്ഞ പരിശുദ്ധനാണ്. ഹിസ് ത്രൈസ് ഹോളി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവൻ പരിശുദ്ധനാണെന്നുള്ള ദർശനം ഒരു ജീവനുണ്ടാകണം. അവസാനിപ്പിക്കുന്നു ആ ഒരു ചിന്ത. 2, യു ഹാവ് ടു സീ ഹിസ് മജസ്റ്റി, ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വം കൊണ്ട് ആലയം നിറഞ്ഞു. ദൈവത്തിലെ അവനെ ആരാധിക്കുമ്പോൾ അവന്റെ മഹത്വം കണ്ടുകൊണ്ട് വേണം, അവന്റെ തേജസ് കണ്ടുകൊണ്ട് വേണം അവനെ ആരാധിക്കുവാൻ. തീർന്നില്ല, അവനെ ആരാധിക്കുമ്പോൾ ഉയരത്തിൽ നോക്കുക, അവന്റെ മൈറ്റി പവർ, അവന്റെ സർവശക്തി. ആ ഒരു ആരാധിക്കുന്ന ശബ്ദം കൊണ്ട് ആലയത്തെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആമോസ് പ്രവചനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു ഭൂകമ്പത്തെ കുറിച്ച് കാണും. ഭൂകമ്പം. ആ ഭൂകമ്പം ഈ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഒരു ഭൂകമ്പത്തിന് പോലും കള്ളം തരുമോ? ചോറിന്റെ ലൈവിന്റെ കാര്യം ഉണ്ടായിരിക്കണം. ആകെ വളരെ ഇന്ത്യയിലുണ്ടായി എഴുത്തില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായൊരു ഭൂകമ്പമാണ്. ആ ഭൂകമ്പം 99 വെള്ളപ്പൊക്കം എന്ന് പറയാറുണ്ടല്ലോ. അന്ന് പറഞ്ഞ പോലെ ആ ഭൂകമ്പത്തിന്റെ പ്രാധാന്യം കൊണ്ട് പ്രത്യേകിച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിന്റെ കാലം. ആ ഭൂകമ്പത്തിന് പോലും വിളക്കാൻ വയ്യാത്ത ആ ഉമ്മരപ്പടി ഇളകിയെങ്കിൽ ഹൗ മൈറ്റി അവർ ലോർഡ്. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവന്റെ മഹത്വം കാണണം, അവന്റെ വിശുദ്ധി കാണണം, അവന്റെ സർവശക്തി കാണണം. അടുത്തത്, കം ടു വർഷിപ്പ് യു ഹാവ് ടു
there should be an inward look. ഉള്ളിലേക്ക് നോക്കണം. ഉള്ളിലേക്ക് നോക്കി നമ്മൾ കാണണം ഹൗ സിൻഫുൾ വി വേർ. നമ്മൾ എന്തുമാത്രം പാപികളായിരുന്നു പ്രവാചകൻ കാണുകയാണ്. അയ്യോ എനിക്ക് കഷ്ടം, നമ്മൾ എന്തുമാത്രം എത്ര വലിയ പാപികളായിരുന്നു. ദൈവത്തിൽ കടന്നു വരാനോ ആരാധിക്കാനോ കഴിയില്ലാത്തവരായിരുന്നു എല്ലാ വസ്തുവും നമ്മൾ ഓർക്കണം. മാത്രമല്ല നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് തന്നിരിക്കുന്നു, അവനെ ആരാധിക്കാൻ യോഗ്യം നമുക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ ജീവിതത്തില് ചെറിയ ചെറിയ തെറ്റുകളോ കുറവുള്ള പാപങ്ങളൊക്കെ കടന്നു വരാം. അതും നമ്മൾ ഇവിടെ സമയത്ത് ഓർക്കണം. ആ മഹത്വ സമ്പൂർണമായ രാജാതിരാജാവായ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാനുള്ള എന്റെ യോഗ്യത എന്താണെന്ന് നമ്മൾ ആ ഇൻവേർഡ് ലുക്ക്. ലാസ്റ്റ് ഞാൻ പറയട്ടെ, there should be a look to the altar. യാഗപീഠത്തിലേക്ക് നോക്കുക. അക്കാൽവരി മലമേ നമ്മൾ പാടിയല്ലോ, കാൽവരി മലയിലേക്ക് നോക്കുക. ആ കാൽവരി യാഗപീഠത്തിലേക്ക് നോക്കുക. ആ യാഗപീഠത്തിലെ കനൽ അത് നമ്മുടെ നാമ്പിൽ തൊട്ടത് കൊണ്ടാണ്, നമ്മുടെ ഹൃദയത്തെ തൊട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊന്ന് വിശുദ്ധരായിട്ട് അവനെ ആരാധിക്കുന്നത്. സോ കർത്താവിനെ ആരാധിക്കാൻ there should be an upward look to see the glory, to see the holiness and to see the mighty power of our Lord. വിശേഷിക്കുന്നില്ല. രണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. എത്രമാത്രം പാപികളായിരുന്നു എന്നുള്ള ഓർക്കുക. ആ പാപം ക്ഷമിച്ചത് എങ്ങനെയാണ് നോക്കുക. ലുക്ക് ടു ദി ആൾട്ടർ. ആ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ആ കാൽവരി മലയിലേക്ക് നോക്കി പരിശുദ്ധനായ സർവശക്തനായ ആ സുന്ദരനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരുടെ പുണ്യനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.